Hello friends, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയുടെ റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് ഉള്ള സമോസയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനോട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഗ്രീൻ ചില്ലി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 1 കപ്പോളം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ ഒരു സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് മസാലപ്പൊടികളായ ടർമറിക് പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ എന്ന് വെച്ചാൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമേ ഒരുപാട് ആഡ് ചെയ്യേണ്ട, ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്യാം. നമുക്ക് അതിലോട്ട് 1 കപ്പ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. എന്നിട്ട് നമുക്ക് അത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/2 കപ്പോളം ബോയിൽ ചെയ്ത കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് അതുപോലെ തന്നെ 1 കപ്പോളം ബോയിൽ ചെയ്ത പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കൊറിയാണ്ടർ ലീവ്സ് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മസാല അല്ലെങ്കിൽ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സമോസ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ സമോസ ഒട്ടിക്കാനുള്ള ഗമ്മാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കുക. ഒരുപാട് വെള്ളം പോലെ ആവരുത്, നന്നായിട്ടൊരു തിക്ക് പേസ്റ്റ് പോലെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ സമോസ ഉണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ പേസ്ട്രി ഷീറ്റ്സ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പേസ്ട്രി ഷീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പാക്കറ്റിൽ ഒരു പേസ്ട്രി ഷീറ്റ് എടുത്ത് അതിങ്ങനെ നടുഭാഗത്ത് ഇങ്ങനെ ആയിട്ട് മടക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2ആയിട്ട് മുറിച്ചിട്ടാണെങ്കിലും ചെയ്യാം. എന്നിട്ട് ആദ്യം തന്നെ ആ ഗം എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദയുടെ ഗം എടുത്ത് ഇങ്ങനെ ഫസ്റ്റ് ആ ഒരു സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പല ഷേപ്പിലും പല രീതിയിലും നമുക്ക് ഒരു സമോസയുടെ ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഗം ഒട്ടിച്ചു കൊടുത്താൽ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോരില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വരില്ല. അപ്പോൾ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ആ ഒരു ഗം ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് നടുഭാഗത്ത് ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് ഉണ്ടാക്കണം. കയ്യിൽ വെച്ച് നമുക്കിതിങ്ങനെ ചുരുട്ടി റോൾ ചെയ്തിട്ടാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ ഓരോ ഭാഗം ഒട്ടിച്ചു കൊടുത്ത് അങ്ങനെ ആയാലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഒട്ടില്ല. എന്നിട്ട് ആ നടുഭാഗത്ത് ആ ഒരു സ്പേസിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് കുത്തി നിറച്ച് ആഡ് ചെയ്യരുത്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വിരൽ വെച്ചിട്ട് ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ അത് പൊട്ടിയിട്ട് ആ ഒരു സമോസയിലുള്ള ഫില്ലിംഗ് ഒക്കെ പുറത്തോട്ട് വരും. അപ്പോൾ ഇപ്പോഴും നന്നായിട്ട് പ്രസ് ചെയ്ത് ആക്കി കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഫില്ലിങ് ആക്കണ്ട, അതിലൊരു പകുതിയോളം ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം ആക്കിയാൽ മതി, അറ്റം വരെ ആക്കരുത്. അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലും അത് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് വിട്ടുപോരും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് സമോസ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒരു എണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ സമോസ ഇടാവൂ. അപ്പോൾ സമോസ ഇട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് ഓരോ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സമോസ ഇടുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് സമോസ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഓരോ സൈഡ് ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അധികം എണ്ണ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലോട്ട് ആ ചൂടുള്ള എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ എല്ലാവരുടെയും ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാൻ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് 2-3 സമോസസ് ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ സമോസസും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.